ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വർഷത്തെ 351 ദിവസവും ഈ മാസത്തെ 17 ദിവസവും ആണ്. അതായത് ദിവസം ബുധനാഴ്ച. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവ കൃപ കൊണ്ട് മാത്രം നിർവഹിക്കാൻ കഴിയുന്ന നമ്മുടെ ആവശ്യത്തെക്കുറിച്ചുള്ള ബോധം നമ്മിൽ ഉളവാക്കുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത്. ദൈവകൃപ കൊണ്ട് മാത്രം നിർവഹിക്കുവാൻ കഴിയുന്ന നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ബോധം നമ്മിൽ ഉളവാക്കുകയാണ് ന്യായപ്രമാണം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു എന്നാണ് ഇവിടെ ഈ വേദഭാഗം നമ്മോട് പറയുന്നത്. ന്യായപ്രമാണം ആരെയും ഒരിക്കലും രക്ഷിക്കുകയുമില്ല. മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതിനല്ല, പ്രത്യുത അവന് രക്ഷ ആവശ്യമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ദൈവം ന്യായപ്രമാണം നൽകിയത്. അതുകൊണ്ടാണ് ഗലാത്യർ 3-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലീഹ ന്യായപ്രമാണത്തെ ക്രിസ്തുവിലേക്ക് നമ്മെ നടത്തുന്ന ശിശുപാലകൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം വ്യക്തമാക്കുവാൻ സുവിശേഷകനായ ഫ്രെഡ് ബ്രൗൺ തൻ്റെ ഒരു പ്രസംഗത്തിൽ 3 സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ മനുഷ്യരുടെ ഉള്ളിൽ പതിപ്പിച്ചു. ആദ്യമായി അദ്ദേഹം ന്യായപ്രമാണത്തെ ദന്തവൈദ്യന്റെ ചെറിയ കണ്ണാടിയോട് ഉപമിപ്പിച്ചു. രോഗിയുടെ വായ്ക്കുള്ളിലേക്ക് ആ ചെറിയ കണ്ണാടി ഇറക്കിക്കൊണ്ട് ദന്തവൈദ്യൻ പല്ലുകളുടെ പോടുകളും എവിടെയൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ ഉപകരണം പല്ലു പറിക്കാനോ സുഷിരങ്ങൾ ചുരണ്ടി വൃത്തിയാക്കുവാനോ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല. കേടുഭവിച്ച ഭാഗങ്ങളോ മറ്റ് വൈകല്യങ്ങളോ കണ്ടുപിടിക്കുവാൻ അത് സഹായിക്കുന്നു എന്നല്ലാതെ ആ കുഴപ്പങ്ങൾ പരിഹരിക്കുവാൻ അതിന് കഴിവില്ല. പിന്നീട് ബ്രൗൺ മറ്റൊരു സാദൃശ്യം ഉപയോഗിച്ചു. ന്യായപ്രമാണം ഒരു ടോർച്ച് പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രിയിൽ പെട്ടെന്ന് ലൈറ്റ് അണഞ്ഞു പോയാൽ ആ ഇരുട്ടത്ത് നിങ്ങൾ ടോർച്ച് അടിച്ച് ഗോവണിപ്പടി ഇറങ്ങി താഴത്തെ നിലയിൽ മെയിൻ സ്വിച്ചിനടുത്തെത്തി ഫ്യൂസുകളിൽ ഏതാണ് എരിഞ്ഞു പോയതെന്ന് കണ്ടുപിടിക്കുന്നു. എന്നാൽ ആ ഫ്യൂസ് എടുത്തു മാറ്റിയ ശേഷം അതിൻ്റെ സ്ഥാനത്ത് ആ ടോർച്ച് പ്രതിഷ്ഠിക്കുവാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കുകയില്ല. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ ഫ്യൂസ് മാറ്റിയിടുകയാണ് ചെയ്തത്. മൂന്നാമതായി ബ്രൗൺ ന്യായപ്രമാണത്തെ കൽപ്പണിക്കാരൻ്റെ തൂക്കുകട്ടയോടാണ് സാദൃശ്യപ്പെടുത്തിയത്. താൻ പണിതുയർത്തുന്ന ഭിത്തി നേരെ തൂക്കായിട്ടാണോ എന്ന് അയാൾ അതുപയോഗിച്ച് പരിശോധിക്കുന്നു. തനിക്ക് പിശക് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ അത് ശരിപ്പെടുത്തുവാൻ അയാൾ തൂക്കുകട്ടയല്ല ഉപയോഗിക്കുന്നത്, അതിന് മറ്റ് ഉപകരണങ്ങളോ മാർഗങ്ങളോ ആണ് ഉപയോഗിക്കുന്നത്. സ്നേഹിത, ന്യായപ്രമാണം പാപമാകുന്ന പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുക മാത്രമാണ് ചെയ്യുന്നത്. അത് പാപപരിഹാര മാർഗമാവുന്നില്ല. ന്യായപ്രമാണം പൂർണ്ണമായി നിറവേറ്റുകയും നമുക്ക് വേണ്ടി മരിക്കുകയും ചെയ്ത യേശുക്രിസ്തു മാത്രമാണ് രക്ഷാമാർഗം. നിങ്ങളുടെ വിശ്വാസം അവനിൽ അർപ്പിക്കുക. അവന് മാത്രമേ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് ഈ 3 ഉദാഹരണങ്ങളിലൂടെ ഈ ബ്രൗണിൻ്റെ 3 ഉദാഹരണങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്ന് മാത്രമല്ല, നമുക്ക് പിന്നീട് ഈ വേദഭാഗം, അതിൻ്റെ മുമ്പും പുറവുമുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഈ ലോകത്തിൽ രക്ഷിതാവായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ മറ്റാരും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. പഴയ നിയമത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണം പുതിയ നിയമത്തിലൂടെയാണ് എന്ന് നമ്മളെല്ലാവർക്കും അത് വായിച്ചു കഴിയുമ്പോൾ കൃത്യമായി മനസ്സിലാകും. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് വിശ്വാസം എന്നത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്.
വിശ്വാസം ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഭക്തി ഉണ്ടാകുകയുള്ളൂ. ഭക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം ആരാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ആ സർവശക്തനായ ദൈവത്തിൽ നമുക്ക് ഒരു ഭയം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ഭയം ഉണ്ടാകുമ്പോഴാണ് അവൻ നമ്മുടെ രക്ഷിതാവാണ് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. നമുക്ക് കിട്ടിയിട്ടുള്ളതായ എല്ലാ കൃപാവരങ്ങളും അവൻ നമുക്ക് തന്നതിന് നമ്മൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും നമ്മുടെ എല്ലാ നല്ല ആവശ്യങ്ങളും അവൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു വിശ്വാസിയായി മാറുന്നത് എന്ന് പിതാക്കന്മാരുടെ അനുഭവങ്ങളിലൂടെയും അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് പ്രകാരം നമ്മൾ ജീവിച്ചതിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അങ്ങനെ നാം ജീവിക്കുമ്പോഴാണ് നമുക്ക് നിത്യതയിൽ ഒരു അവകാശമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ആ നിത്യതയിൽ ഉള്ള അവകാശത്തിനായി നമുക്ക് ഏവർക്കും ശ്രമിക്കാം. അതിനായി ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.